അസ്സലാമു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖുർആനിൽ ധാരാളം പരാമർശങ്ങൾ കാണാം. എല്ലാം അവിടുത്തെ മദ്ഹുകൾ തന്നെ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഖുർആനിലെ മുഴുവൻ ആയത്തുകളും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹുകളാണ്. കാരണം പ്രസ്തുത ആയത്തുകൾ ഇറങ്ങിയത് മുത്തനബിക്കാണല്ലോ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, നബിയെ സർവ്വലോകർക്കും റഹ്മത്തായിട്ടല്ലാതെ അങ്ങേ ഞാൻ അയച്ചിട്ടില്ല. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കുട്ടികളോട് വലിയ സ്നേഹവും കാരുണ്യവും ഉള്ളവരായിരുന്നു. പരിശുദ്ധമായിരുന്നു ആ ജീവിതം. ലോകത്തിന്റെ മുഴുവൻ ചക്രവർത്തി ആയിരുന്നിട്ടു തറയിൽ കിടന്നുറങ്ങി വീട്ടുജോലികൾ സഹായിച്ച് അശരണക്ക് ആലംബമേകി പാവങ്ങളുടെ കണ്ണീരൊപ്പി വിനയത്തിന്റെ പ്രതിരൂപമായി മുത്തുനബി ജീവിച്ചു. സുഖ സൗകര്യങ്ങളും സ്വർണ്ണമലകളും നബിയെ കാത്തിരുന്നെങ്കിലും അതൊന്നും അവിടുന്ന് ഗൗനിച്ചതല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ചത് 40 വയസ്സിലാണ്. ശേഷം മക്കയിൽ 13 വർഷവും മദീനയിൽ 10 വർഷവും താമസിച്ചു. വഫാത്തിന്റെ സമയത്ത് ചന്ദ്രവർഷ കണക്ക് പ്രകാരം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 63 വയസ്സാണ് പ്രായം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വർണ്ണിക്കാനാവാതെ മഹത്വത്തിനുടമയാണ്. മുത്തുനബിയെ കുറിച്ച് എഴുതി തൂലിക കിട്ടിയതെല്ലാം ആ ഉസ്മിയ പ്രപഞ്ചത്തിൽ മുമ്പിലേക്കായി വരച്ചു പോയിട്ടുണ്ട്. എണ്ണിയാൽ ഒടുങ്ങാത്ത, പാടിയാൽ തീരാത്ത, പേജുകളിൽ ഒതുങ്ങാത്ത ഉസ്മിയ പ്രപഞ്ചമാണ് അവിടുത്തേത്.